ശിവായ. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ ബ്രഹ്മാഞ്ജലിയിലെ പരശിവസ്തവത്തിലെ 4-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ശ്രുതി വസ്തുവികാരമൊക്കെ വാകൃതിയെന്നോതി വിടുന്നതോർക്കുകിൽ പതിതാൻ പശുപാശമാകെ നീ അതിനാൽ തന്മതി ഏകയേ ശിവ. പശു, പാശം, പതി ഇതെല്ലാം ഏകമാണ് എന്ന ആ മഹത്തായ ബ്രഹ്മജ്ഞാനം എനിക്ക് അല്ലയോ ഭഗവാനെ അവിടുന്ന് അരുളി ചെയ്യണമേ. ഇതാ നോക്കൂ, ശ്രുതി വസ്തുവികാരമൊക്കെ വാകൃതിയാണ്. ശ്രുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപനിഷത്ത്, ഇവിടെ ഉപനിഷത്താണ്. ഉപനിഷത്തുകളും അതേപോലെ തന്നെ ശ്രുതികളും എല്ലാം തന്നെ വാഗ്ഭവമാണ്. ഈ വാഗ്ഭവത്തിനും അപ്പുറത്ത് ധ്വനിതലം, അതിൻ്റെ സംസ്കാരതലം വേറൊന്നുണ്ട്. ആ ആത്മതലം മനസ്സിലാക്കിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വാക്കുകൾക്കപ്പുറം, അർത്ഥങ്ങൾക്കപ്പുറം, ധ്വനികൾക്കപ്പുറം മറ്റൊരു മഹാ ആത്മതലമുണ്ട്. ഈ ആത്മതലത്തെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതിൽ ലയിക്കുക, അത് അനുഭവിക്കുക. അതാണ് ഏറ്റവും പരമമായ ബ്രഹ്മാനന്ദം. അപ്പോൾ ശ്രുതികളെല്ലാം തന്നെ വാക്കുകളിലൂടെ എഴുതപ്പെട്ടവയാണ്, അല്ലെങ്കിൽ പറയപ്പെട്ടവയാണ്. അവയ്ക്കൊക്കെ പരിമിതികളുണ്ട്. പരിമിതികൾ എന്ന് വെച്ചാൽ ആദ്യം ശബ്ദതലമുണ്ട്, പിന്നെ അർത്ഥതലമുണ്ട്, പിന്നെ ഭാവതലമുണ്ട്. ഈ ഭാവതലത്തിനും അപ്പുറം ആത്മതലം ശ്രുതികൾക്കുണ്ട്. ഈ ആത്മതലം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബ്രഹ്മാനന്ദാനുഭൂതിയാണ്. അപ്പോൾ ശ്രുതികളിലുള്ളതെല്ലാം തന്നെ ആത്യന്തികമായി വാഗ്ഭവത്തിനും അപ്പുറമുള്ള, ഭാവതലത്തിനും അപ്പുറമുള്ള ആത്മതലമാണ് എന്ന കാര്യം അനുഭവിച്ചറിയുക. അപ്പോൾ ശ്രുതികളുടെ ആന്തരികമായ തലം അനുഭവിച്ച് അറിയണം. അതെന്താണ്? ഏകമാണ്, ബ്രഹ്മമാണ് എന്ന സത്യം മനസ്സിലാക്കുക. ഏതുപോലെ പതിതാൻ പശുപാശമാകെ നീ അതിനാൽ തന്മതി ഏകയേ ശിവ. അല്ലയോ ശിവ, പശു, പതി, പാശം നാം ശൈവ സിദ്ധാന്തത്തിൽ കണ്ടതാണ്. പതി ശിവൻ, പാശം ബന്ധനം, മായ. ആ മായയുടെ ആണവം, കർമ്മം തുടങ്ങിയ മായാമലങ്ങൾ. ഈ മായാമലങ്ങളെല്ലാം തന്നെ പാശവും പശുവും. പശു എന്ന് വെച്ചാൽ ജീവൻ. അപ്പോൾ ജീവനും പാശവും ആത്യന്തികമായി ചിന്തിച്ചാൽ അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? പതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആത്യന്തികമായി ചിന്തിച്ചാൽ പതി എന്നുള്ളതും, അതായത് ശിവൻ എന്നുള്ളതും, പിന്നെ ജീവൻ എന്നുള്ളതും, അതേപോലെ തന്നെ മായ എന്നുള്ളതും എല്ലാം തന്നെ ഏകമാണ്, ഒന്നാണ്, പതിയാണ്. അപ്പോൾ എല്ലാം ശിവമയം എന്ന ആ മഹാസത്യം നീ ഓർക്കുക. അല്ലയോ ശിവ, അങ്ങ് ഈ മഹാസത്യം എന്നിൽ അനുഭവപ്പെടുത്തി തരണമേ എന്നാണ്.
വാക്കുകൾക്കപ്പുറം, അർത്ഥങ്ങൾക്കുമപ്പുറം, ഭാവങ്ങൾക്കുമപ്പുറമുള്ള ഈ ആത്മതലം അല്ലയോ ഭഗവാൻ, എല്ലാമെല്ലാം ബ്രഹ്മമാണ്, എല്ലാമെല്ലാം ശിവമാണ്, എല്ലാമെല്ലാം പരശിവമാണ് എന്ന മഹാസത്യം അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് അനുഭവപ്പെടുത്തി തന്നാലും എന്നാണ് ഇവിടെ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ ഭഗവാനോട് കേണു വീണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈശ്വര ഭഗവാനെ, അവിടുന്ന് എല്ലാം ബ്രഹ്മമയം എന്നുള്ള ആ മഹാസത്യം എനിക്ക് അനുഭവപ്പെടുത്തി തരണമേ. കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, പറയുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം ബ്രഹ്മസത്യമാണ് എന്ന ആ മഹാസത്യത്തിലേക്ക് ഭഗവാനെ എൻ്റെ മനസ്സ് അനുഭവതലത്തിലേക്ക് എത്തിച്ചേരണമേ എന്നാണ് ഇവിടെ ശിവനോട് ഭഗവാനോട് തീർത്ഥപാദസ്വാമികൾ പ്രാർത്ഥിക്കുന്നത്. ശ്രുതി വസ്തുവികാരമൊക്കെ വാകൃതി എന്നോതി വിടുന്നതോർത്താൽ പതിതാൻ പശുപാശമാകെ നീ അതിനാൽ തന്മതി ഏകയേ ശിവ. അല്ലയോ ശിവ, എല്ലാം ബ്രഹ്മമാണ്. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതും എല്ലാം രുചിക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങളുടെ പഞ്ചഭൂതാത്മകമായ എല്ലാം അല്ലയോ ഭഗവാൻ അവിടുന്ന് തന്നെയാണ്. അവിടെ നിന്നല്ലാതെ മറ്റൊന്നും ഈ ബ്രഹ്മത്തിലില്ല. പതിയും പാശവും പശുവും അങ്ങ് തന്നെയാണ്, പതി തന്നെയാണ് എല്ലാം, ശിവൻ തന്നെയാണ് എല്ലാം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഭാഗം ശരിക്കും ശ്രീമദ് ഋഭുഗീതയിലെ കാതലാണ്. ഋഭുഗീത എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു ഭഗവത്ഗീതയെപ്പോലെ തന്നെ പ്രശസ്തമായ ഒരു ഗീതയാണ് ഋഭുഗീത. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. നോക്കൂ, ആകാശാദി പഞ്ചഭൂതങ്ങളെന്നും വചനം, ആദാനം, ഗമനം, വിസർഗം, ആനന്ദം ഇത്യാദി പഞ്ചവിധ വിഷയങ്ങളെന്നും അനന്തവിധമായ ലോകങ്ങളെന്നും അളവറ്റ ബ്രഹ്മാണ്ട കോടികളെന്നും മറ്റുമുള്ള വികൽപ്പമായ ദൃശ്യങ്ങളെല്ലാം ബോധസ്വരൂപമായ പരബ്രഹ്മമാണെന്ന അഖണ്ഡ പരശിവത്താൽ നിർദ്വന്ദ്വ ബ്രഹ്മം മാത്രമായി ഭവിച്ചാലും. അപ്പോൾ എല്ലാം പരശിവമാണ്. ഈ ദൃശ്യങ്ങളെല്ലാം ബോധസ്വരൂപമായ പരശിവമാണ്. അതാണ് അതിൻ്റെ കാതൽ. ഈ ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം തന്നെ, ഈ ദൃശ്യങ്ങളായ എല്ലാം തന്നെ ബോധസ്വരൂപമായ പരശിവമാണ് എന്ന് മനസ്സിൽ അനുഭവപ്പെടുത്തുക, ഹൃദയത്തിൽ അത് അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരുക. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, മഹേശ്വരൻ, സദാശിവൻ ഇത്യാദി പഞ്ചമൂർത്തികളെന്നും സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം ഇത്യാദി പഞ്ചകൃത്യങ്ങളെന്നും സുരന്മാർ, മുനിമാർ, മനുഷ്യർ എന്നും തെരുക്കളെന്നും അറിയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിർമ്മല പരബ്രഹ്മ സ്വരൂപമായ പരശിവമാണ് എന്ന് അറിയുക. എല്ലാം പരബ്രഹ്മമായ പരശിവമാണ് എന്ന സത്യം മനസ്സിലാക്കുക. തീർത്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ, അതിൽ കുടികൊള്ളുന്ന ദേവതകൾ, ആരാധനകൾ, കാടുകൾ, മലകൾ, കടലുകൾ, നദികൾ, അവിടങ്ങളിൽ വസിക്കുന്ന അനേകവിധം ജീവജാലങ്ങൾ എല്ലാം ദ്വൈത ദൃശ്യങ്ങളെല്ലാം പരബ്രഹ്മസ്വരൂപമായ പരശിവമാണ്. ഈ അഖണ്ഡ പരിനിശ്ചയത്താൽ നീ നിർദ്വന്ദ്വ പരബ്രഹ്മം
മാത്രമായി അനുഭവപ്പെടുക. ബുദ്ധിയുടെ നിശ്ചയാത്മിക വൃത്തിയെന്നും മനസ്സിൻ്റെ ചഞ്ചലാത്മിക വൃത്തിയെന്നും ചിത്തത്തിൻ്റെ വിചാരാത്മിക വൃത്തിയെന്നും അഹങ്കാരത്തിൻ്റെ അഹമാത്മിക വൃത്തിയെന്നും വിചിത്രമായി തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികളെല്ലാം ചിന്മയമായ പരശിവമാണ്. ശുദ്ധ അഖണ്ഡ പരബ്രഹ്മ നിശ്ചയത്താൽ സുഖകരമായ ബ്രഹ്മമായി പരശിവമായി നീ ഭവിച്ചാലും, അപ്പോൾ അല്ലയോ ജിജ്ഞാസു, നീ പരശിവമായി ഭവിച്ചാലും ശരീരമെന്നും കാരണങ്ങളെന്നും ജീവജാലങ്ങളെന്നും മനസ്സെന്നും ബുദ്ധിയെന്നും അഹങ്കാരമെന്നും ചിത്തമെന്നും മനസ്സിന് കാരണമായ അവിദ്യയെന്നും പലതരത്തിൽ കാണപ്പെടുന്ന ഈ ദൃശ്യങ്ങളെല്ലാം അഭിന്നമായ പരശിവമാണ്. മായയെന്നും അവിദ്യയെന്നും ജീവനെന്നും മഹേശ്വരനെന്നും ജീവേശ്വര ഭേദമെന്നും വ്യഷ്ടിയെന്നും സമഷ്ടിയെന്നും മേലെന്നും കീഴെന്നും സമമെന്നും പല വിധത്തിലുള്ള തോന്നലുകൾ എല്ലാം ചിത്തായി പ്രകാശിക്കുന്ന പരശിവമാണ്. സ്ഥൂലദൃഷ്ടിയെന്നും സമഷ്ടിയെന്നും സൂക്ഷ്മസൃഷ്ടിയെന്നും സമഷ്ടിയെന്നും മൂലവൃഷ്ടിയെന്നും സമഷ്ടിയെന്നും സർവത്വമെന്നും കിഞ്ചിത്വമെന്നും മിശ്രമെന്നും വിചിത്രമായ ഈ വിധം ദൃശ്യങ്ങളെല്ലാം ചിത്തായ പരശിവമാണ്. വിശ്വൻ മുതലായ, അതായത് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, വ്യഷ്ടി അഭിമാനിയെന്നും വിരാട് മുതലായ സമഷ്ടി അഭിമാനിയെന്നും പശു, പതി, പാശമെന്നും ജീവേശ്വര ജഗത്തുകളെന്നും പലവിധമായി അറിയപ്പെടുന്ന തോന്നലുകളെല്ലാം നാശരഹിതമായ പരശിവമാണ്. ഇത് വാച്യാർത്ഥമെന്നും ഇത് ലക്ഷ്യാർത്ഥമെന്നും ഐക്യാർത്ഥമെന്നും പറഞ്ഞറിയിക്കാനാകാത്ത വസ്തുവെന്നും വിവിധമായി പറയുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധ പരബ്രഹ്മ സ്വരൂപമായ പരശിവമാണ്. പദത്തിൻ്റെ സ്വഭാവാർത്ഥം വാച്യമെന്നും പദത്തിൻ്റെ വിശേഷാർത്ഥം ലക്ഷ്യമെന്നും വിധി പ്രകാരം വെളിപ്പെടുന്നതിൽ ശക്തിയെന്നും വിശേഷമായി വെളിപ്പെടുന്ന ലക്ഷണ എന്നും ഗതിക്കുന്ന ഈ വിധ കാര്യങ്ങളെല്ലാം നിഷ്കള പരബ്രഹ്മമായ പരശിവമാണ് എന്ന് നീ അറിഞ്ഞാലും. പിന്നെ തത്വമസി മഹാവാക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥം നിരൂപാധിക സ്വരൂപമല്ലാതെ സ്വരൂപമല്ല എന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം വിമലപര ബ്രഹ്മസ്വരൂപം തന്നെയെന്നും അഖണ്ഡ പരിനിശ്ചയത്താൽ ചലനരഹിതപര ബ്രഹ്മമായി ഭവിച്ചാലും സർവവും ബ്രഹ്മസ്വരൂപമാണ് എന്ന് സകല വേദാന്ത ശാസ്ത്രങ്ങളും ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച മഹത്തുക്കളും പറയുന്നു. ശ്രീ പരമേശ്വരൻ പണ്ട് എനിക്ക് ഉപദേശിച്ചു തന്നതും ഇതുതന്നെ. അതിനാൽ സ്ഥിരതയുണ്ടാകുന്നതിന് ഈ അഖണ്ഡ പരനിശ്ചയമായ പരശിവം തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശ്രീ പരമേശ്വരൻ പണ്ട് ഉപദേശിച്ചതാണ് ഈ ഋഭുഗീത. അതാണ്, അതിലെ സത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ ആരോപമായി കാണുന്നതെല്ലാം അധിഷ്ഠാനമായ പരശിവം മാത്രമല്ലാതെ വേറൊന്നും തന്നെയില്ല. അപ്പോൾ എവിടെയും എന്തും എങ്ങും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് എല്ലാം തന്നെ പരശിവമായ പരബ്രഹ്മമാണ് എന്ന സത്യം സ്വഹൃദയത്തിൽ അനുഭൂതമാക്കുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ ഈ കവിതയിൽ പരശിവത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്നുള്ളത് ഈ ജ്ഞാനമാണ്. എല്ലാം പരശിവമാണ്. ഈ ദൃശ്യങ്ങളെല്ലാം പരശിവമാണ് എന്ന് അനുഭവത്തിൽ അറിഞ്ഞ്
അതിൽ ലയിച്ച് ജീവിക്കുക. ഇതിൽ പരം മറ്റൊരു ഭാഗ്യമുണ്ടോ? നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നോക്കൂ, ഏറ്റവും ദിവ്യമായ ആത്മജ്ഞാനമാണിത്. ശ്രുതി വസ്തുവികാരമൊക്കെ വാകൃതി എന്നോതി വിടുന്നതോർക്കുകിൽ പതിതാൻ പശുപാശമാകെ നീ അതിനാൽ തന്മതി ഏകയേ ശിവ. അല്ലയോ ശിവ, എല്ലാം നീയാണ്, അതിനപ്പുറമൊന്നുമില്ല. ആ മഹാസത്യത്തിൽ നാം അനുഭൂതരായി ജീവിക്കുക എന്നുള്ളതാണ് ഈ കവിതയിലൂടെ നാം നേടുന്ന മഹത്തായ സത്യസ്വരൂപം. ഓം ശിവായ നമഃ.